നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസം. സാഹിത്യ ചിന്തയാണ് കേട്ടോ സംഭവം. ഇന്നത്തെ സാഹിത്യ ചിന്തയിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു മഹാദേവൻ്റെ മഹാദേവൻ്റെ ഭാര്യയായ പാർവതിയും മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ മഹാലക്ഷ്മിയും തന്നിൽ തങ്ങളുടെ ഭർത്താക്കന്മാരെ അങ്ങും കുറ്റം പറയുക. അതായത് പാർവതിയുടെ ഭർത്താവായ മഹാദേവനെ, നിൻ്റെ മുതുകാള ചത്തുപോയ ഭർത്താവിൻ്റെ നിൻ്റെ വാഹനം അതല്ലേ എന്ന് പറയാം. അതൊക്കെ കാലിമേച്ച് നടക്കണം, നിൻ്റെ ഭർത്താവിനല്ലേ അറിയാമെന്ന് ലക്ഷ്മി ഇങ്ങോട്ട് പറയും. അത് കഴിയുമ്പോൾ പറയും, എങ്ങനെയാ ഇപ്പോൾ ഇത് തെണ്ടി നടക്കലൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ തന്നെയാണോ കഴിച്ചോട്ടണേ എന്ന് മഹാലക്ഷ്മിയും പാർവതിയോട് ചോദിക്കും. ഭർത്താവ് ഒരുമിച്ച് ഭിക്ഷാപാത്രം കൊണ്ട് ഭിക്ഷാം തേക്ക് തന്നെയാണോ ഉപജീവനം? അപ്പോൾ പാർവതി അങ്ങോട്ട് പറയും, കട്ടെടുക്കണേ ലോകഭേദമല്ലേ, കുട്ടിക്കാലം തൊട്ടേ വെണ്ണ കട്ടുണ്ണിയില്ലേ മഹാകൃഷ്ണനായിരുന്നത്. അതുകൊണ്ടായി പറഞ്ഞത് ഇങ്ങനൊരു പോര് പോലെയുള്ളൊരു വർത്തമാനമായിരുന്നു ഒരു സംഭാഷണം. നമുക്കതൊരു രസമത്ര. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ മഹാദേവൻ്റെ ഈ വേഷത്തെപ്പറ്റി ഈ പറഞ്ഞതുപോലെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു പുതുവാൾ മാഷ് തന്നെ പറഞ്ഞു തന്നിട്ടുള്ള, എൻ്റെ അധ്യാപകനായ ലക്കിടിക്കാരൻ പുതുവാൾ മാഷ് പറഞ്ഞു വന്നിട്ടുള്ള ഒരു ഒറ്റ ശ്ലോകമാണിത്. ഈ ശ്ലോകമൊന്നും എനിക്ക് കാണാതെ അറിയില്ല. അന്ന് കാലത്ത് ഈ പറഞ്ഞോളം ശ്ലോകമൊക്കെ ചൊല്ലി പറഞ്ഞു തന്നിട്ട് എഴുതിയെടുത്തോളൂ എന്ന് പറയുമ്പോൾ ഞാൻ എഴുതിയെടുത്തിട്ട് എവിടെയോ പിന്നെ വേറെ എഴുതി അങ്ങനെയൊക്കെ വെച്ചിരുന്ന ഒരു പുസ്തകം ഈഴെ കണ്ടു കിട്ടിയതാണ്. ഇത് എഴുതിക്കുന്നത് അദ്ദേഹം പറഞ്ഞു, KC നാരായണൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സരസ കവിയാണ് അത്ര ഇത് എഴുതിക്കണേ. ഞാൻ ആ ശ്ലോകം ഒന്ന് വായിക്കാം. പരമശിവൻ്റെ വേഷത്തെ കളിയാക്കിക്കൊണ്ടുള്ളൊരു ശ്ലോകമാണ്. നിത്യക്ഷൗരത്തിനായി ക്ഷുരകനെ ഭജനം ചെയ്യുവാൻ വയ്യെന്നായി. നിത്യം ക്ഷൗരം ചെയ്യുന്നതിന്, മുഖം വടിക്കുന്നതിന് ഈ ക്ഷുരകൻ എന്ന് പറഞ്ഞാൽ ബാർബർമാരെന്ന് പറയും. ഇന്നത്തെ കാലത്ത് തലമുടി വെട്ടലും താടി വടിക്കലും ഒക്കെ അന്ന് വ്യവസായ ഓരോ സമുദായത്തിൻ്റെ തൊഴിലായിരുന്നു അതൊക്കെ. ആ സമയത്ത് ക്ഷുരകനെ ഭജനം ചെയ്യാൻ വയ്യെന്നായി. ക്ഷുരകനെ കാത്തു കുത്തിയിരുന്ന് ഭവ്യതയോടെ ഇരുന്നാലേ മുഖക്ഷൗരം അദ്ദേഹം നടത്തി കൊടുക്കുള്ളൂ. അപ്പം അതിന് വയ്യാത്തത് കൊണ്ടാണ് പ്രത്യക്ഷത്തിൽ താടി പിടിക്കലുണ്ട്, മുടി വെട്ടലുണ്ട് കേട്ടോ ക്ഷുരകന്. പ്രത്യക്ഷത്തിൽ ഗിരീശൻ, കാണുമ്പോൾ തന്നെ ഈ ഗിരീശൻ എന്ന് വെച്ചാൽ ഗിരിയുടെ എല്ലാം ഈശനായ കൈലാസ പർവ്വതത്തിൻ്റെ ഈശനായ മഹാദേവൻ തലമുടി ജടയാക്കിയിടിനാനൊട്ടുകൊള്ളാം. തലമുടി ഇങ്ങനെ ജടയാക്കി വെച്ചതിൻ്റെ കാരണം എന്താ? ക്ഷുരകൻ്റെ കാല് പിടിക്കാൻ പറ്റില്ല, അയാളെയൊന്നും ഭജിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ആരാ തലമുടി ആളില്ലാത്തതുകൊണ്ട് അയാളെ ക്ഷുരകനെ സഹകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? കൃത്യം തെല്ലും ഗ്രഹിക്കാത്തൊരു വികടവെളുത്തേടനെ പേടിയാലോ എന്നുവെച്ചാൽ കൃത്യം തെല്ലും ഗ്രഹിക്കാത്തൊരു, അതായത് അലക്കുക എന്നുള്ള കൃത്യമാണ് വെളുത്തേടൻ എന്ന സമുദായത്തിൽപ്പെട്ടവരുടെ ജോലി. അപ്പോൾ ആ കൃത്യം വെളുത്തേടന് വേണ്ടതുപോലെ അലക്ക് അറിയാഞ്ഞാൽ വസ്ത്രത്തിനൊക്കെ കേടുപാടുകൾ വരും. അലക്കി കൊണ്ട് കൊടുക്കുമ്പോൾ കുറേ കീറിപ്പോയി പിച്ചിപ്പോയി എന്നൊക്കെ വരും. അതുകൊണ്ട് കൃത്യം തെല്ലും ഗ്രഹിക്കാത്തൊരു വികടവെളുത്തേടനെ, വികടനായ ജോലി അറിയാൻ വയ്യാത്തവനായ സരസനായ മറ്റേ വെളുത്തേടനെ പേടി കൊണ്ടാണോ, പേടിച്ചിട്ടാണോ ഭഗവാന്? സത്യം അത് തന്നെ കാര്യം, സത്യം അത് തന്നെ. സത്യസ്വരൂപൻ ഭഗവാൻ മഹാവിഷ്ണു, സത്യസ്വരൂപൻ ശിവ ശിവ കരിതൻ തോലകോച്ചേലയാക്കി. കരിതൻ തോല്, കരി എന്ന് പറഞ്ഞാൽ ആന. മഹാദേവൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് ആനത്തോല. അങ്ങ് ഈ ആനത്തോല് വസ്ത്രമാക്കി സ്വീകരിക്കാനുള്ള കാരണം അങ്ങയുടെ വസ്ത്രം വേണ്ടതുപോലെ അലക്കി വൃത്തിയാക്കി തരുന്ന ആ വെളുത്തേടന് വലിയ ജോലിയൊന്നും ചെയ്യാം. അയാളുടെ ജോലി, അതായത് വസ്ത്രം അലക്കുന്ന ജോലി ചെയ്യാൻ വലിയ ഗ്രാഹ്യമൊന്നുമില്ല, എന്ന് വെച്ചാൽ വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ടാണല്ലേ യാക്കട കാല് പിടിക്കേണ്ട അത് കരുതിയിട്ടാണ് അങ്ങ് ഈ ആനത്തോല് വസ്ത്രമാക്കിയത് അല്ലേ മഹാദേവ ചോദിക്കുകയാണ് കവി. അപ്പം എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? നിത്യക്ഷൗരത്തിനായി ക്ഷുരകനെ ഭജനം ചെയ്യുവാൻ വയ്യെന്നായി. നിത്യം ക്ഷൗരം ചെയ്യുന്നതിന് ബാർബരെ ക്ഷുരകനെ
ഭജിക്കാൻ ഭജനം ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഗിരീശൻ, ആ കൈലാസപർവ്വതത്തിൻ്റെ ഉടമയായ ഗിരീശൻ മഹാദേവൻ തലമുടി ജടയാക്കി, തലമുടിയൊക്കെ അങ്ങോട്ട് ജടയാക്കി പിടിച്ചു. മഹാദേവന് ജടയല്ലേ, നല്ല ജടയല്ലേ. ആ ജടയ്ക്കകത്ത് രണ്ടാളും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഒന്ന് ചന്ദ്രക്കല അത്തരീശയൊക്കെ കാണാം. പിന്നെ ഒരാൾ ഗംഗാദേവിയാണ്, പാർവതി ദേവി കേൾക്കണ്ട. ആ പ്രത്യക്ഷത്തിൽ ജടയാക്കിയിടിനാനൊട്ടു കൊള്ളാം. ജടയാക്കിയതിൻ്റെ കാരണം അത് തന്നെ. കൃത്യം തെല്ലും ഗ്രഹിക്കാത്തൊരു വെളുത്തേടനെ പേടിയാലോ, അതായത് കൃത്യമായിട്ട് ജോലി ചെയ്യാത്ത വെളുത്തേടനെ പേടിച്ചിട്ടാണോ, പേടിച്ചതാണോ സത്യം, അതുകൊണ്ടാണോ? സത്യസ്വരൂപൻ, അങ്ങ് സത്യസ്വരൂപൻ കൈലാസനാഥൻ മഹാദേവൻ ശിവ ശിവ ചെയ്യൂ കരിതൻ തോലകോ ചേലയാക്കി, ആനത്തോല് തന്നെ ചേലയാക്കി ഉടുത്തത് അതുകൊണ്ടാണോ? ഇത് ഒരു സരസ കവി എഴുതിയ, അദ്ദേഹം KC നാരായണൻ നമ്പ്യാർ എന്നാണ് അന്ന് അദ്ദേഹം പേര് പറഞ്ഞ് തന്നേക്കണേ, പൊതുവാൾ മാഷ്. അദ്ദേഹം ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. ആ സരസ കവി നാരായണൻ നമ്പ്യാർ എഴുതിയ ഒരു ശ്ലോകമാണ്, ഒറ്റ ശ്ലോകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സരസ ശ്ലോകം എന്ന് പറഞ്ഞുകൊണ്ടാണ് മാഷ് ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ട് എഴുതിയെടുത്തോളൂ എന്ന് പറയുമ്പോൾ വേണ്ടവർ എഴുതിയെടുത്തോളൂ, ഇഷ്ടമുള്ളവർ എഴുതിക്കോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർത്തി പറയും. ഞാനതപ്പോൾ എവിടെയോ എഴുതി വെച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നല്ലൊരു ശ്ലോകം അല്ലേ? എല്ലാവർക്കും ഈ സരസ ശ്ലോകം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മുടെ സാഹിത്യത്തിൽ എത്ര സരസ ശ്ലോകങ്ങളുണ്ട്, സരസ സംഭാഷണങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമുക്കതൊക്കെ പങ്കുവയ്ക്കാന്നേ എല്ലാവരും തയ്യാറാവും, എല്ലാവരുടെയും കയ്യിലുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ സരസ ശ്ലോകം നിങ്ങൾ ആരെങ്കിലും ഒരാളെ പറഞ്ഞു കേൾപ്പിക്കുമോ? ആളെ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുമോ? അവരോട് മറ്റൊരാളോട് പറഞ്ഞു കേൾക്കാൻ ധാരാളം പേര് കേൾക്കട്ടേന്നേ. നമ്മുടെ മഹാദേവനെ പറ്റിയിട്ടുള്ളൊരു സരസ ശ്ലോകമല്ലേ? എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ ഞാൻ വീണ്ടും സാഹിത്യചിന്തയിലേക്ക് വരുന്നു, പാചകത്തിലേക്ക് വരുന്നു, നാരായണീയത്തിലേക്ക് വരുന്നു, കഥകൾ പറയുന്നു. നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ കേൾക്കുന്നതും വായിക്കുന്നതും ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് എനിക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ. എല്ലാവർക്കും ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.